നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകേശനും ജഗന്നാഥനുമായുള്ള തിരച്ചിലിനിടെ ഗംഗാവലിയിൽ നിന്നും 2 മനുഷ്യാസ്ഥികൾ ലഭിച്ചു. ഇവ DNA പരിശോധനയ്ക്ക് അയച്ചതായി ജില്ലാ കളക്ടർ. പോക്സോ കേസിൽ പ്രതിക്ക് 42 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മടിക്കൈ കണ്ടംകുട്ടിച്ചാലിലെ എബിൻ ജോസഫിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കാലോചിതമായ മാറ്റങ്ങൾ വേണം. പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് മുന്നിൽ നിരവധി നിർദ്ദേശങ്ങളുമായി സംഘടനാ പ്രതിനിധികൾ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ അനുസ്മരണ യോഗം നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര GMUP സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി. സ്നേഹാരാമവും ഒരുക്കി. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേശനും ജഗന്നാഥനുമായുള്ള തിരച്ചിലിനിടയിൽ 2 മനുഷ്യ അസ്ഥികൾ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ചു. കണ്ടെത്തിയ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അർജുനെ കണ്ടെത്തുവാനായെങ്കിലും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേശനും ജഗന്നാഥനുമായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ തുടരുന്നു. ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധരാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടയിലാണ് 2 മനുഷ്യ അസ്ഥികൾ പുഴയിൽ നിന്നും ലഭിച്ചത്. കണ്ടെത്തിയ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരെയാണ് കാണാതായത്. ഇതിൽ അർജുൻ ഉൾപ്പെടെയുള്ള 9 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തുവാനായത്. കർണാടക സ്വദേശികളായ ലോകേശിനെയും ജഗന്നാഥനെയുമാണ് ഇനി കണ്ടെത്തുവാനുള്ളത്. ഇപ്പോൾ പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന അസ്ഥികൾ ഇവരുടേതാണോ എന്നത് സ്ഥിരീകരിക്കുവാനായാണ് DNA പരിശോധന നടത്തുന്നത്. ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഷിരൂർ. നീതി നിഷേധത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിന് മുന്നിൽ കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതോടൊപ്പം പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. KV മുഹമ്മദ് ഗുരുക്കൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ അർഹരായ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നീതി നിഷേധത്തിനെതിരെ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഉദയഗിരിയിലെ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് മുന്നിലായിരുന്നു വേറിട്ട പ്രതിഷേധം. ഇതോടൊപ്പം പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. അർഹതയുള്ള എല്ലാ ഗുരുക്കന്മാരെയും കളരിപ്പയറ്റ് അസോസിയേഷനിൽ അംഗങ്ങളാക്കുക. KV മുഹമ്മദ് ഗുരുക്കൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. KV രാജൻ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. VV ക്രിസ്റ്റോ ഗുരുക്കൾ, സുകേഷ് ഗുരുക്കൾ, KS ജെയ്സൺ ഗുരുക്കൾ, K രാജേഷ് ഗുരുക്കൾ, അത്താവുള്ള ഗുരുക്കൾ, സിദ്ദിഖ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഏതാണ്ട് 20-ലധികം സജീവ കളരികൾ നിൽക്കെ 3-4 കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ അവർക്ക് മാത്രമാണ് പ്രാതിനിധ്യം കിട്ടുകയും ചെയ്യുന്നത്. ഈ നീതി നിഷേധത്തിനെതിരെ 2020 കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ടുണ്ട്. എങ്കിലും ആ റിപ്പോർട്ട് നാളിതുവരെയായി നടപ്പാക്കാനുള്ള ആർജവത്വം കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഔദ്യോഗികമായ പിന്തുണ നൽകുന്ന കേരള സ്പോർട്സ് കൗൺസിൽ സാധിച്ചിട്ടില്ല. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ കളരികളൊക്കെ പരിശോധിക്കുകയും
അതിന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിനെ പിരിച്ചുവിട്ടുകൊണ്ട് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. വർഷങ്ങളായി കളരിപ്പയറ്റ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കിയാണ് ഇന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. 45ഓളം പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് കൗൺസിലേക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അതോറിറ്റികൾക്കും കൊടുത്തു. എന്നാൽ ഇതുവരെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പരാതികളുടെ പകർപ്പ് കത്തിച്ച് അതിൻ്റെ ചാരം തേജസ്വിനി പുഴയിൽ നിന്ന് ഒഴുക്കും. അർഹരായ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നീതി നിഷേധത്തിനെതിരെ പരാതി ലഭിക്കുകയും പ്രതിഷേധം ശക്തമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മാറ്റിവെക്കുവാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർഹരായ എല്ലാ മത്സരാർത്ഥികളെയും ഉൾപ്പെടുത്തി മാത്രമേ മത്സരം നടത്താവൂ എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോക്സോ കേസിലെ പ്രതിക്ക് 42 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മടിക്കൈ കണ്ടംകുട്ടിച്ചാലിലെ എബിൻ ജോസഫിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് മടിക്കൈ കണ്ടംകുട്ടിച്ചാലിലെ എബിൻ ജോസഫിനെതിരായുള്ള പരാതി. പ്രതി വിവാഹിതനാണെന്നുള്ള കാര്യം മറച്ചുവെച്ച് സ്നേഹം നടിച്ച് പെൺകുട്ടിയെ പ്രതി താമസിച്ചു വരുന്ന വാടക ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ലൈംഗികാതിക്രമം. നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസായ ശ്രീഹരി KPയും അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസായിരുന്ന പ്രേംസദൻ Kയും ആണ്. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സുരേഷ് PM ആണ് പ്രതിയായ എബിൻ ജോസഫിന് ശിക്ഷ വിധിച്ചത്. 40 വർഷം കഠിന തടവും 2 വർഷം വെറും തടവും 3,10,000 രൂപ പിഴയും അടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. ഗംഗാധരൻ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് മുന്നിൽ കാലോചിതമായ മാറ്റം ഉൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങളുമായി സംഘടനാ പ്രതിനിധികൾ. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചെയർമാൻ AC മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് മുന്നിലാണ് സംഘടനാ പ്രതിനിധികൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ലോക കേരള സഭയിൽ നിർദ്ദേശിച്ച പ്രവാസി ഗ്രാമസഭകൾ ആരംഭിക്കുക, പ്രവാസി സ്വാശ്രയ സംഘങ്ങൾക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ രജിസ്ട്രേഷൻ അനുവദിക്കുക, 60-നു മുകളിലുള്ള പ്രവാസികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, കൂടുതൽ പ്രവാസികളുള്ള കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം റീജിയണൽ ഓഫീസ് ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് സംഘടനാ പ്രതിനിധികൾ നൽകിയത്. ലഭിച്ച നിർദ്ദേശങ്ങളിൽ അർഹമായവ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ശുപാർശ സമർപ്പിക്കും. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംഘടനകൾ വകുപ്പിന്റെയും സമിതിയുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സമിതി അംഗങ്ങളായ AKM അഷ്റഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ, KN ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് P. അഖിൽ, നിയമസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി G. ജയകുമാർ, കേരള പ്രവാസി ക്ഷേമ ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസ് ഡിസ്ട്രിക്ട് എക്സ്റ്റൻഷനൽ ഓഫീസർ M. മുഹമ്മദ് ബഷീർ, നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെന്റർ മാനേജർ C. രവീന്ദ്രൻ, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള കാസർഗോഡ് ജില്ലാ ട്രഷററായിരുന്ന ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ അനുസ്മരണ യോഗം നടന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള കാസർഗോഡ് ജില്ലാ ട്രഷററായിരുന്ന ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ 2ാം ചരമവാർഷിക ദിനാചരണം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത് ധർമ്മങ്ങൾ, അതായത് പല പ്രാവശ്യം സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയെക്കുറിച്ച്, കുട്ടികളെ വളർച്ചയെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ കാണാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോൾ. ഉണ്ണിയേട്ടന് നമ്മുടെ കാസർഗോഡ് എല്ലാ മേഖലയിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയ ആളുകളായിരുന്നു. പ്രസിഡന്റ് VV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് TA ഷാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രസ് ക്ലബ് സെക്രട്ടറി KV പത്മേഷ്, CL ഹമീദ്, AS മുഹമ്മദ് കുഞ്ഞി, ഷാഫി തെരുവത്ത്, ഹമീദ് ബദിയടുക്ക, രവി ബദിയടുക്ക, KH മുഹമ്മദ്, അഷ്റഫ് ചേരങ്കൈ, ബാലഗോപാലൻ പെരളത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഇടതുഭരണം ഭാരമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് അവരുടെ നിന്ന് തന്നെ അവരുടെ അനുകൂലിച്ചിരുന്ന ആളുകൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ ലാഭം ഉണ്ടാക്കലും അവർക്ക് വേണ്ട പരിരക്ഷ ചെയ്തു കൊടുക്കലും ഇതൊക്കെയാണ് അകത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അവർ തന്നെ അവരുടെ ഇതിന് ആൾ വന്ന് ഇവിടുത്തെ ആളുകളോട് പറയുമ്പോൾ കഴിഞ്ഞ 8-10 വർഷകാലമായി നാടിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് അവർ തന്നെ ഇപ്പോൾ വരച്ചു കാണിക്കുകയാണ്. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ദുർഭരണങ്ങളൊക്കെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മുന്നണി പോരാളികൾ എന്നീ ഹാള് തിങ്ങി നിറഞ്ഞ് കൂടിയിരിക്കുന്നത്. പഞ്ചായത്തിലായാലും അസംബ്ലിയിലായാലും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. NA നെല്ലിക്കുന്ന് MLA, VKP ഹമീദ് അലി, PM മുനീർ ഹാജി, AKM അഷ്റഫ് MLA, PK ഷറഫുദ്ദീൻ, KEA ബക്കർ, AM കടവത്ത്, അഡ്വക്കേറ്റ് NA ഖാലിദ്, TA മൂസ, അബ്ദുൾ റഹ്മാൻ വൺഫോർ, AGC ബഷീർ, M അബ്ബാസ്, AB ഷാഫി, TCA റഹ്മാൻ, K അബ്ദുള്ള കുഞ്ഞി ചെർക്കള, ഹാരിസ് ചൂരി, അസീസ് മരിക്കെ, മാഹിൻ കേളോട്ട്, കല്ലട്ര അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷകശ്രീ മിൽക്ക് ഓണം നബിദിനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും കർഷകശ്രീ മിൽക്കിന്റെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകശ്രീ മിൽക്ക് ഓണം നബിദിനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം കർഷകശ്രീയുടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഈ സാധനം അത് അത്ര നല്ല സാധനമാണെങ്കിൽ മാത്രമേ ജനങ്ങൾ ഇത് ആഹാരത്തിൻ്റെ പദാർത്ഥത്തിൽ പെട്ടതാണ്, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിൽമയും കർഷകശ്രീയും അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളുടെ സാധനവും മിൽമയെ നമുക്ക് ഇവിടെ എല്ലാവരും നെഞ്ചിലേറ്റി നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലും മിൽമ ഇല്ലാതെ നമുക്ക് ഇവിടെ ആർക്കും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു മാർക്കറ്റിലേക്കാണ് കർഷക മിൽക്ക് എന്നുള്ള കർഷകശ്രീ മിൽക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർഷകശ്രീ മിൽക്ക് സ്ഥാപകനും ഡയറക്ടറുമായ E. അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 5 വർഷത്തിൽ കൂടുതൽ ഒരു ബ്രാൻഡ് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡിന് അതിലെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ കർഷകശ്രീ ബ്രാൻഡ് ഈ 15 വർഷമായി ഇവിടെ നിൽക്കുന്നതും. സിനിമാ നടി പ്രിയങ്ക ശ്രീലക്ഷ്മി വിശിഷ്ടാതിഥിയായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ഗ്രാമീണ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അമ്മമാർക്കായാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു പാല് തന്നെയാണ് കർഷകശ്രീ മിൽക്ക്. അതിന് കാരണം തനി നാടൻ ശുദ്ധമായ പശുവിൻ പാല് തന്നെയാണ്. കർഷകശ്രീ മിൽക്കിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാര വിതരണം പ്രിയങ്ക ശ്രീലക്ഷ്മി നിർവഹിച്ചു. മുളിയാർ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ രംഗനാഥ ഷേണായി, കണ്ടത്തിൽ സൂപ്പർ മാർക്കറ്റ് MD ബദറുദ്ദീൻ കണ്ടത്തിൽ എന്നിവർ ആദരിക്കലിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ഇതുപോലുള്ള പരിപാടി വെക്കുന്നത് പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നത് എന്നെ സംബന്ധിച്ചുള്ളത് നല്ലതെന്ന് തോന്നുന്നു. ഈ വർഷം
അടുത്ത വർഷം ചെറിയ ചെറുകിട കച്ചവടക്കാർ ചെയ്തെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് ഞാൻ പറയുന്നത് ഇതുപോലുള്ള പരിപാടി നടത്തണം. ഇന്നത്തെ ഈ പരിപാടി വളരെ ഗംഭീരമായൊരു പരിപാടിയാണ്. ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെയുള്ള നാട്ടുകാരുടെ സഹകരണവും വ്യാപാരികളുടെ സഹകരണമൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. വൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റ്, സിറ്റി സൂപ്പർ മാർക്കറ്റ് കളനാട്, ചില്ലീസ് ഹൈപ്പർ മാർക്കറ്റ് തെരുവത്ത് തുടങ്ങിയവയുടെ ഉടമകളും മറ്റ് വ്യാപാരികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നടി പ്രിയങ്ക ശ്രീലക്ഷ്മി അതിഥികൾക്കും സദസ്സിലുള്ളവരുമൊപ്പം ഫോട്ടോയ്ക്കായി നിന്നത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് കർഷകശ്രീ മിൽക്ക് 6 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചിരുന്നു. 500ഓളം പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. കർഷകശ്രീ പാൽ പാക്കറ്റ് പിടിച്ചുകൊണ്ടുള്ള ഏറ്റവും മികച്ച ഫോട്ടോയയച്ച ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഓരോ സൈക്കിൾ സമ്മാനമായി നൽകും. 10 പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും. കൂടാതെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, മറ്റ് ഷോപ്പുകൾക്കുമായി സമ്മാന പദ്ധതിയിലൂടെ നിരവധി സമ്മാനങ്ങളും കർഷകശ്രീ മിൽക്ക് നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര GMUP സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ദ്വിദിന സഹവാസി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി നിർമ്മിച്ച സ്നേഹാരാമം ശ്രദ്ധേയമായി. സമൂഹവും വിദ്യാലയവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും അതിന്റെ ഗുണഫലങ്ങളെ സുസ്ഥിരമായ സാമൂഹിക നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്താനുമുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. പള്ളിക്കര GMUP സ്കൂളിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസുകൾ, നിർമ്മാണ പ്രവർത്തനം, പൂന്തോട്ട നിർമ്മാണം, ബാബുരാജ് അനുസ്മരണം, കൾച്ചറൽ പ്രോഗ്രാം, പ്രകൃതി അറിയാൻ, പ്രകൃതി നടത്തം, ശുചീകരണം, പൂന്തോട്ട പരിപാലനം, ആരോഗ്യ ശുചിത്വ ക്ലാസ്, ക്യാമ്പ് ഫയർ എന്നിവ നടന്നു. പരിപാടികൾ കുട്ടികൾ ആവേശത്തോടെ ഏറ്റെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P. അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷക്കീല ബഷീർ, SMC ചെയർമാൻ മജീദ് മെഡിക്കൽ, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട്, MPTA പ്രസിഡന്റ് ആയിഷ, സീനിയർ അസിസ്റ്റന്റ് TV രജനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ K. ഹരിദാസ് സ്വാഗതവും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ KV ജിജി നന്ദിയും പറഞ്ഞു. കാസ് കല്ലിങ്കാലിന്റെ സാമ്പത്തിക സഹായത്തോടെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലം ശുചീകരിച്ച് അവിടെ പൂച്ചെടികൾ ക്രമീകരിച്ച് സ്നേഹാരാമം എന്ന പേരിൽ മനോഹരമാക്കി. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. അരവിന്ദ സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്തു. കാസ്റ്റ് സെക്രട്ടറി മിക്താദ്, ഉദ്യാനം പരിപാലിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ എന്നിവർ സംബന്ധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിന് പുറത്ത് വഴിയോരത്ത് റോഡരികിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുട്ടികൾ വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് വൃത്തിയാക്കി. അവരുടെ കൂടെ അവർക്ക് ആവേശമായി ബേക്കൽ AEO K. അരവിന്ദ, ഹെഡ്മാസ്റ്റർ K. ഹരിദാസ്, അധ്യാപകർ, കണ്ടുനിന്ന നാട്ടുകാർ എന്നിവരും കൂടിച്ചേർന്നതോടെ അത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി. നിർമ്മൽ കുമാർ, ഷൈജിത്ത് കരുവാക്കോട്, ഷീന ടീച്ചർ, ഷൈജു തൃക്കരിപ്പൂർ എന്നിവർ കുട്ടികളെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും ക്ലാസുകളിലൂടെയും നിർമ്മാണ പ്രവർത്തനത്തിലൂടെയും പുതുലോകത്തേക്ക് എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ഈ വർഷത്തെ മീലാദുന്നബി പരിപാടിയിൽ പള്ളികളിലെ ഖബർ സ്ഥലങ്ങളുടെ പരിപാലനം ചെയ്യുന്നവരെ ഷാളും മൊമന്റോയും നൽകി ആദരിച്ചു. തുമിനാട് ബുസ്താനുൽ ഇഖ്വാൻ സംഘടനയുടെ പ്രവർത്തകരാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖബർ പരിപാലനം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നവരുടെ സേവനത്തെ അംഗീകരിക്കുന്നതിനും മതസമാധാനം, സഹവർത്തിത്വം, സാമൂഹിക സേവനം എന്നിവയുടെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് തുമിനാട് ബുസ്താനുൽ ഇഖ്വാൻ സംഘടനാ പ്രവർത്തകർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. തുമിനാട് അൽഫത്ത ജുമാ മസ്ജിദ്, സിറാജുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ മിലാദുന്നബി പരിപാടിയുടെ വേദിയിൽ വെച്ച് സലീം, ഹംസ, ഖലീൽ, ഹനീഫ്, സിദ്ദിഖ്,
ഖാദർ തുടങ്ങി 9 പേരെയാണ് ഷാളും മൊമന്റോയും നൽകി ആദരിച്ചത്. മുൻ ജമാഅത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച നൂരിഷ് തങ്ങൾ, അബൂബക്കർ മുസ്ലിയാർ, അലി, ഇബ്രാഹിം എന്നിവരെയും വേദിയിൽ ആദരിച്ചു. മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി എആർ, സെക്രട്ടറി മുഹമ്മദ് ഹനീഫ്, ട്രഷറർ മഹമ്മൂദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുഞ്ഞമോനു, ബുസ്തനാൽ ഇഖ്വാൻ സംഘടനാ നേതാക്കളായ അബ്ദുൽ ലത്തീഫ് എന്ന ബാവ, പുതുബാവു, ഇസ്മായിൽ, സിദ്ദീഖ് തങ്ങൾ തുടങ്ങി മതനേതാക്കളും നാട്ടിലെ പ്രമുഖരും ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തു. പള്ളികളുടെ ഖബർസ്ഥാനം വൃത്തിയോടും ഉത്സാഹത്തോടും കൂടി പരിപാലിക്കുന്നവർ മതസമാധാനത്തിന്റെ പ്രതീകങ്ങളാണെന്ന് ബുസ്താനുൽ ഇഖ്വാൻ നേതാക്കൾ ചടങ്ങിൽ വിശദീകരിച്ചു. മതസമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രാധാന്യം ഈ അവസരത്തിൽ അവർ വിശദീകരിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർക്കും അടുത്തിടപഴകാൻ ഇത്തരം പരിപാടികളിലൂടെ അവസരം ലഭിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആട്ടവും പാട്ടുമായി വയോധികർ മാനസികോല്ലാസത്തിനായി ഒരു പകൽ മുഴുവൻ കവ്വായി കായലിലെ ഓളങ്ങളെ കീറിമുറിച്ചോടുന്ന വഞ്ചിവീട്ടിൽ കഴിഞ്ഞത് അവർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. വയോജന ദിനാഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിലാണ് വഞ്ചിവീട്ടിൽ 60 പിന്നിട്ടവരെ ഒരുമിച്ച് ചേർത്തത്. ജെൻഡർ റിസോഴ്സ് സെന്റർ റിലേഷൻഷിപ്പ് കേരളയുടെ ഭാഗമായാണ് വയോജന ദിനത്തിൽ വയോജന സംഗമം നടത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന് കീഴിൽ പ്രവർത്തിക്കുന്ന 7 അയൽക്കൂട്ടങ്ങളിലായുള്ള 60 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള 60 വയോധികരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കസേരക്കളിയും ബലൂൺ ഫൈറ്റിംഗും ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലെ വിജയികളായവർക്കും പാട്ടുപാടിയവർക്കും സമ്മാനങ്ങൾ നൽകി. പ്രായമേറിയവരെന്ന ചിന്ത മാറ്റി യുവാക്കളുടെ മനസ്സൊരുക്കുന്ന തരത്തിൽ പങ്കെടുത്തവരെ നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് മാറ്റിയെടുത്തു. പാട്ടും നൃത്തവുമായി അവർ ഒരുമിച്ച് ചേർന്നു. CDS ADS അംഗങ്ങൾ പിന്തുണയുമായി കൂടെ നിന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളായ നമ്മുടെ സഹോദരന്മാരും സഹോദരികളും ഒക്കെ ഒന്ന് മാനസികോല്ലാസം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനാർഹമാണ്. നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ ശിശുദിനത്തെക്കാളേറെ പ്രാധാന്യം യഥാർത്ഥത്തിൽ വയോജനങ്ങൾക്കുണ്ട് അല്ലേ? വയോജനങ്ങൾക്കാണ് യഥാർത്ഥം ശരിക്ക് അവർ. കാരണം ഓരോ വീടുകളിലും നമുക്കറിയാവുന്നത് പ്രായമുള്ള ആളുകളുണ്ടായാൽ ആ വീട്ടിൽ സന്തോഷമാണ്, ഐശ്വര്യമാണ്. ഏറ്റവും അധികം രോഗങ്ങളും അതുപോലെ മറ്റ് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രായമുള്ള ആളുകൾ വീടുകളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് പീരിച്ചേരി, KV രാധ, CDS ഉപാധ്യക്ഷ M ഖൈറുന്നിസ, PK റഹ്മത്ത്, ശ്രീജ സന്തോഷ്, P പ്രേമലത എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ C രജിത മോട്ടിവേഷൻ ക്ലാസും നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സന്ധ്യയും വിവിധ പരിപാടികളോടെ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിലിക്കോട് കരക്കേരു ഫ്രണ്ട്സ് വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സന്ധ്യയും വിപുലമായ പരിപാടികളോടെ നടന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാൽ നിർവഹിച്ചു. ഫ്രണ്ട്സ് വായനാശാല പ്രസിഡന്റ് PV നാരായണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനാശാല സെക്രട്ടറി M രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം P രേഷ്ണ, സംഘാടക സമിതി ചെയർമാൻ K പ്രഭാകരൻ, കൺവീനർ M വിനോദ് കുമാർ, MV ചന്ദ്രൻ, K സുകുമാരൻ, TV ബാലൻ, K ഉണ്ണിരാജൻ, PP പ്രദീപ് കുമാർ, ഫ്രണ്ട്സ് വായനാശാല ജോയിന്റ് സെക്രട്ടറി PV ശശീന്ദ്രൻ, വനിതാവേദി പ്രസിഡന്റ് BP ബബിത, സെക്രട്ടറി ലിജി രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക വയോജന ദിനാചരണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പെൻഷൻ ഭവനിൽ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണം വിപുലമായി നടത്തി. കാഞ്ഞങ്ങാട് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. സാമുവൽ ഉൾമാൻ എന്നു പേരുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ വയോജനമാണെന്ന് പറയുന്നത്. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേണ്ടെന്ന് വെപ്പിക്കുന്നത്, ആ
കാലഘട്ടം മുതൽ നിങ്ങൾ വയസ്സനായിരിക്കും. ഇപ്പം നമുക്ക് പല കാര്യങ്ങളുണ്ട്, പല ചിട്ടകളുണ്ട്. അത് രാവിലെ എഴുന്നേച്ചാൽ 6 മണിക്ക് എൻ്റെ ചായ കിട്ടണം, അല്ലെങ്കിൽ 6 മണിക്ക് എനിക്ക് നടക്കാൻ പോകണം, അത് തിരിച്ചു വരുമ്പോഴേക്ക് എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ രാവിലെ എനിക്ക് പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അങ്ങനെ പല നിബന്ധനകളോടുകൂടി ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ രാജാവായിട്ട് വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ മകൻ്റെ ഭാര്യയെ ആശ്രയിക്കേണ്ടി വരുന്നു. ജില്ലാ പ്രസിഡന്റ് ഇ പ്രഭാകര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശൻ കെ.എം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വി കൃഷ്ണൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതവും ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ഐകാർഡ് വിതരണവും നടത്തി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷനും ഐകാർഡ് വിതരണവും ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് ഐകാർഡ് വിതരണം നടത്തിയത്. കേരളത്തിലുടനീളം സംസ്ഥാന അടിസ്ഥാനത്തിൽ നേത്രചികിത്സയ്ക്കായി 10% മുതൽ 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചുകൊണ്ട് കാർഡ് വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മേഖലയിലെ വാദ്യകലാകാരന്മാർക്കും പ്രിവിലേജ് കാർഡ് ലഭ്യമാക്കി ആനുകൂല്യങ്ങൾ നൽകും. മേഖലാ കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ കുട്ടമത്ത് നിർവഹിച്ചു. ഐകാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി മടിക്കെ ഉണ്ണികൃഷ്ണ മാരാർ വാദ്യരത്നം പെരുതടി മുരളീധര മാരാർക്ക് കാർഡ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് രഞ്ജു മാരാർ മടിയൻ അധ്യക്ഷനായി. മേഖലാ രക്ഷാധികാരികളായ വാദ്യരത്നം പെരുതടി മുരളീധര മാരാർ, പുല്ലൂർ ബാലകൃഷ്ണ മാരാർ എന്നിവർ ഭദ്രദീപം കൊളുത്തി. ജില്ലാ സെക്രട്ടറി രാജേഷ് തൃക്കണ്ണാട റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പുല്ലൂർ മോഹനമാരാർ, മണികണ്ഠൻ ഉപ്പിലിക്കൈ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി രാജീവ് ഹരിപുരം സ്വാഗതവും ട്രഷറർ ജയകൃഷ്ണൻ ഇരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈവ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. CH മുഹമ്മദ് കോയയുടെ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പുതിയകോട്ട HSF ക്ലാസിക്കോ ഇന്റർനാഷണൽ ഹോട്ടൽ ഹാളിൽ ലൈവ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ ഷെരീഫ് സാഗർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും സാഹിത്യകാരനുമായ എബി കുട്ട്യാനം, മോട്ടിവേഷൻ സ്പീക്കറും ഗവേഷകനുമായ ബാസിം ഗസാലി എന്നിവർ പ്രഭാഷണം നടത്തി. അതിഥികൾക്കായുള്ള സ്നേഹോപഹാരം മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി അന്തുമാൻ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ പ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞി, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ CH മുഹമ്മദ് കുഞ്ഞി എന്നിവർ കൈമാറി. റസാഖ് തായലക്കണ്ടി, ബഷീർ ജിദ്ദ, കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി, NA ഉമ്മർ, K മുഹമ്മദ് കുഞ്ഞി, KH ഷംസുദ്ദീൻ കല്ലൂരാവി, CB കരീം, ഇബ്രാഹിം പള്ളിക്കര, ഖദീജ ഹമീദ്, സിദ്ദിഖ് കുശാൽ നഗർ, ആയിഷ ഖത്തീം, അഡ്വക്കേറ്റ് നുസൈബ് CH, ഹംസ പുതിയകോട്ട, പാലായി കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. യാസിൻ മീന പീസ്, ജബ്ബാർ ചിത്താരി, നജീബ് ബല്ല, ആയിഷ മുക്കൂട്, ഹസീന ടീച്ചർ, ഷഹബാന ഷഫീഖ്, ആബിദ ടീച്ചർ, റാഹില ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ലൈവ് ഓഫീസർ ജാഫർ ബലാക്കടപ്പുറം സ്വാഗതവും റംഷീദ് തോയമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകേശിനും ജഗന്നാഥനുമായുള്ള തിരച്ചിലിനിടെ ഗംഗാവലിയിൽ നിന്നും 2 മനുഷ്യാസ്ഥികൾ ലഭിച്ചു. ഇവ DNA പരിശോധനയ്ക്ക് അയച്ചതായി ജില്ലാ കളക്ടർ. പോക്സോ കേസിൽ പ്രതിക്ക് 42 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മടിക്കൈ കണ്ടംകുട്ടിച്ചാലിലെ എബിൻ ജോസഫിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കാലോചിതമായ മാറ്റങ്ങൾ വേണം. പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിക്ക് മുന്നിൽ നിരവധി നിർദ്ദേശങ്ങളുമായി സംഘടനാ പ്രതിനിധികൾ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ അനുസ്മരണ യോഗം നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
പള്ളിക്കര GMUP സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി. സ്നേഹാരാമവും ഒരുക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.